ഹായ് ഓൾ, വെൽക്കം ടു അഡ 24/7. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഉടൻ വരും എന്ന് പറയുമ്പോൾ നാളെ തന്നെയല്ല, ഒരു 2-3 മാസത്തിനുള്ളിൽ വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വരാനുള്ള സാധ്യത എന്നും കൂടി ഉറപ്പായിട്ടും ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എത്രയാണ്. കാരണം നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് പഠിക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ, അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഇയർ കട്ട് ഓഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡെയിലി ക്വിസസും സബ്ജക്ട് വൈസ് ക്വിസസും ജോബ് അലേർട്സും കറണ്ട് അഫെയർസും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ കട്ട് ഓഫ് ആണ്, നമ്മൾ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഇയർ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് കാറ്റഗറി നമ്പർ 57/2021 അപ്പോൾ ഒരു എക്സാം കഴിയുന്നു. എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുന്നു. റാങ്ക് ലിസ്റ്റ് എഫക്ട് ചെയ്ത് വരുന്നത് 12/4/2023 വരെയാണ്. അപ്പോൾ ഏത് വരെയാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത്? നമുക്കറിയാം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത്. അപ്പോൾ 26/12/4/26 വരെ ആയിരിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത്. അപ്പൊ അതിനു മുമ്പ് തന്നെ എന്തായിരുന്നു, പുതിയ എക്സാം ഒക്കെ എഴുതി നമ്മൾ സെറ്റായി നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഏകദേശം റെഡിയാക്കി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ 2026 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെ 2026 എന്തായിരുന്നു, 2-3 മാസമേ ഉള്ളൂ. അപ്പൊ 2025 ആ ഒരു 1 ഇയർ കിടക്കുന്നത്. നമുക്ക് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് നോർമലി LSTI പോലെ തന്നെയാണ്. എന്തായിരുന്നു, പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. പ്രിലിംസും മെയിൻസും ഉണ്ട്. അപ്പോൾ പ്രിലിംസും മെയിൻസും ഉള്ളൊരു എക്സാമിന് നമുക്കറിയാം ഒരു 6 മാസം കൊണ്ട് നടത്താൻ പറ്റുന്നതല്ല എന്ന്. ഒരു ലോങ് പ്രോസസ്സ് തന്നെ വേണം. 1 ഇയറിലുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ എക്സാം എന്ന് പറയുന്നത്. 2025 എക്സാമിനുള്ളത്. ബാക്കി 2026 ആകുമ്പോഴേക്കും എന്തായിരുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം. 2025 നമുക്ക് എക്സാം എഴുതണമെങ്കിൽ നോട്ടിഫിക്കേഷൻ, അതായത് പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട്, അതിൻ്റെ റിസൾട്ട് വരാൻ കാത്തിരിപ്പ്, പിന്നെ എക്സാം എഴുതുന്നു, വീണ്ടും റിസൾട്ട് വരാൻ കാത്തിരിപ്പ്. അതുകൊണ്ട് തന്നെ 2024 പകുതി കഴിഞ്ഞാലുടൻ നോട്ടിഫിക്കേഷൻ വിളിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ ഒരു കൃത്യമായിട്ടുള്ള ഈ കാര്യം അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 36 ഇയേഴ്സ് വരെയാണ് വരുന്നത്. 36 വയസ്സ് വരെയാണ് വരുന്നത്. OBCക്ക് 3 വർഷം റിസർവേഷൻ ഉണ്ട്. അതായത് OBCക്കാരാണെങ്കിൽ 39 വയസ്സ് വരെ. ഇനി SC/ST ആണെങ്കിൽ എന്തായിരുന്നു, 41 വയസ്സ് വരെ നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കും. ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല, അതിൽ പെർസെൻറ്റേജ് ഒന്നുമില്ല. ഏതൊരു ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാം. വളരെ ഗ്ലാമർ ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. ലാസ്റ്റ് ഇയർ ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 27,800 രൂപ മുതൽ 59,400 രൂപ വരെയാണ് ഇതിന്റെ പേ സ്കെയിൽ. ലാസ്റ്റ് ഇയറിലെ പേ സ്കെയിലാണ് ഇത് പറയുന്നത്. 2021 ആ സമയത്ത് ഉണ്ടായിരുന്ന പേ സ്കെയിലാണ് 27,800 മുതൽ 59,400 രൂപ വരെ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേ സ്കെയിലാണ്. നമുക്ക് എന്തായാലും ഒരു 30+ നമുക്ക് കയ്യിലേക്ക് കിട്ടും. ഇത് ബേസിക് പേ ആണ് വരുന്നത്. ബാക്കിയുള്ള അലവൻസ് ഒക്കെ ഇതിന് എക്സ്ട്രാ ആണ്, ഇതിന് പുറത്താണ് നമുക്ക് വരുന്നത്. ഇനി ലാസ്റ്റ് ഇയർ നമുക്ക് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് 43.67 ആണ്. ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് 43.67 ആണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2205 പേര് ഉൾപ്പെടെയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. സപ്ലിമെന്ററി ലിസ്റ്റും ഉൾപ്പെടെ ആണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ 2205 പേര് വന്നിരിക്കുന്നത്. ഇതിലെ മെയിൻ ലിസ്റ്റിൽ തന്നെ 970 പേരാണ് ഇതിന്റെ മെയിൻ ലിസ്റ്റിലുള്ളത്. ഇനി ഇതിന്റെ സപ്ലിമെന്ററി ലിസ്റ്റിലാവട്ടെ 1119 പേരാണ് ഇതിന്റെ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളത്. ഇനി ഡിഫറൻ്റ്ലി ഏബിൾ ലിസ്റ്റിൽ 116 പേരാണുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് 2205 പേരുടെ ഒരു റാങ്ക് ലിസ്റ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്തായിരുന്നു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും അതിൽ കയറിയാൽ മതി എന്നല്ല, ഏറ്റവും ഉയർന്ന റാങ്കിൽ ആദ്യ 100-നുള്ളിൽ തന്നെ എത്താനുള്ള പഠിത്തമായിരിക്കണം. ആ പഠനത്തിന് എന്തായിരുന്നു, ഇനിയും കൂടുതൽ കാലം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. കാരണം ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം തന്നെയായിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ പഠിച്ചുകൊള്ളുക. അപ്പൊ നമുക്ക് കോഴ്സ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കോഴ്സ് ഇല്ല. ഇനിയിപ്പോ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോഴല്ല, ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ 1-2 മാസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് കോഴ്സ് ഉണ്ടാവും. ഞാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, കോഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങൾ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും
Y681 എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം കേട്ടോ. ADA247 ക്രോമിൽ ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാം, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും ഇതേപോലെ തന്നെയാണ് നോക്കേണ്ടത് കേട്ടോ. ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ സ്റ്റേറ്റ് എക്സാംസ് അതിൽ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ സ്റ്റേറ്റ് ആയ കേരളത്തിൽ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ കേരള PSC ആണ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ കേരള PSC ആണ്. ഇതിൽ ഒരുപാട് കോഴ്സ് ഉണ്ട്, ഹൈക്കോർട്ട് അസിസ്റ്റന്റും, ഏത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ കേരള PSC നമ്മൾ ടച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ LDC ഉദ്യോഗയുടെയും കേരള ബാങ്ക് ക്ലർക്കും ഒക്കെ ഉണ്ട്. ഇപ്പോൾ LDC ഉദ്യോഗയുടെ 5 വർഷത്തെ കോഴ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സ് ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ പർച്ചേസ് ചെയ്താൽ മതി. ജസ്റ്റ് ടച്ച് ചെയ്യുന്നു, എന്നിട്ട് ബൈ നൗ കൊടുക്കുന്നു. മുകളിലത്തെ ഒരു കൂപ്പൺ കോഡ് ഉണ്ടാവും, അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് താഴെ Y681 എന്ന കോഡ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത ഒരു എമൗണ്ടിൽ ഈ ഒരു കോഴ്സ് വാങ്ങാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് ഇനി ബാക്കി എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. ബൈ.